Hello students, welcome back to Plus One Economics Online Classroom. Previous classൽ economics syllabus നമ്മൾ പരിചയപ്പെട്ടു. In this class, we are going to discuss about Part 1 Indian Economy Chapter 1. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് Part 1 ഇന്ത്യൻ ഇക്കോണമിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ശ്രദ്ധിച്ചോളൂ. ഇന്ത്യൻ ഇക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യ ലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് എന്ന് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണകാലത്തെ കുറഞ്ഞ സാമ്പത്തിക വികസനം. സെക്കൻഡ്, അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖല. തേർഡ്, ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല. ഫോർത്ത് വൺ, ഫോറിൻ സെക്ടർ ഓർ ഫോറിൻ ട്രേഡ്, വിദേശ മേഖല അല്ലെങ്കിൽ വിദേശ വ്യാപാരം. നെക്സ്റ്റ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്, ജനസംഖ്യാ സ്ഥിതി. സിക്സ്ത് വൺ, ഒക്യുപ്പേഷണൽ സ്ട്രക്ചേഴ്സ്, തൊഴിൽപരമായ ഘടനകൾ. നെക്സ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. ഫൈനലി, പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിന്റെ പോസിറ്റീവ് സംഭാവനകൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമുക്ക് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് കൂടെയാണ്. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ട്രെങ്തൻസ് ദെയർ കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇൻ ഇന്ത്യ ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അടിത്തറയിട്ട ഒരു യുദ്ധമായിരുന്നു 1757 പ്ലാസി യുദ്ധം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. എന്താണ് ബാറ്റിൽ ഓഫ് പ്ലാസി? പ്ലാസി യുദ്ധം ഏതു വർഷമായിരുന്നു? 1757, 1757. പ്ലാസി യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് ആരംഭം കുറിച്ചത്. ഓക്കെ ആണല്ലോ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തെ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, കുറഞ്ഞ സാമ്പത്തിക വികസനത്തെക്കുറിച്ചും, അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖലയെക്കുറിച്ചും, ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖലയെക്കുറിച്ചും, ഫോറിൻ സെക്ടർ ഓർ ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരത്തെക്കുറിച്ചും, ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്, ജനസംഖ്യാ സ്ഥിതികളെക്കുറിച്ചും, ഒക്യുപ്പേഷണൽ സ്ട്രക്ചേഴ്സ്, തൊഴിൽപരമായ ഘടനയെക്കുറിച്ചും, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും, അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പോസിറ്റീവ് സംഭാവനകളെക്കുറിച്ചുമൊക്കെയാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. മെയിൻലി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് രൂപത്തിലാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ രസകരമായിട്ടും ഈ ചാപ്റ്റർ പഠിക്കാൻ സാധിക്കും. ഓക്കെ, എല്ലാ ടോപ്പിക്കുകളും, അതായത് ഈ എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് രൂപത്തിലാണ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് വാസ് ദി ഫോക്കസ് ഓഫ് ദി ഇക്കണോമിക് പോളിസീസ് പെർസ്യൂഡ് ബൈ ദി കൊളോണിയൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ? വാട്ട് വേർ ദി ഇമ്പാക്ട്സ് ഓഫ് ദീസ് പോളിസീസ്? കൊളോണിയൽ ഭരണകാലത്തെ ഇന്ത്യയിലെ സാമ്പത്തിക നയങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവയുടെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ ശ്രദ്ധിച്ചോളൂ. ദ മെയിൻ ഫോക്കസ് ഓഫ് ദി ഇക്കണോമിക് പോളിസീസ് പെർസ്യൂഡ് ബൈ ദി കൊളോണിയൽ ഗവൺമെന്റ് വാസ് ടു മേക്ക് ഇന്ത്യ എ മിയർ സപ്ലയർ ഓഫ് ബ്രിട്ടൻസ് ഓൺ ഫ്ലറിഷിംഗ് ഇൻഡസ്ട്രിയൽ ബേസ്. കൊളോണിയൽ ഭരണകാലത്തെ ഇന്ത്യയിലെ സാമ്പത്തിക നയങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമായിരുന്നു ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഒരു ഉറവിടമായി ഇന്ത്യയെ ഉപയോഗിക്കുക. The policies were concerned mainly with the fortification and advancement for their home country. ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ മാതൃരാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. The interest of the Indian economy were completely ignored. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താൽപ്പര്യങ്ങളെ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒഴിവാക്കിയിരുന്നു അല്ലെങ്കിൽ പിന്തള്ളിയിരുന്നു.
Such policies brought structural changes in the Indian economy by transforming it to a supplier of raw materials and consumer of finished product from Britain. ഇത് ഇന്ത്യയെ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഒരു ഉറവിടമായി ഉപയോഗിക്കുകയും അതുപോലെ ബ്രിട്ടീഷ് നിർമ്മിത അന്തിമ വസ്തുക്കൾക്കുള്ള ഒരു വിപണിയായി ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ദ മേജർ ഇമ്പാക്ട്സ് ഓഫ് ദീസ് പോളിസീസ് ആർ ഡിസ്കസ്ഡ് ആസ് ഫോളോസ്. കൊളോണിയൽ ഭരണകാലത്തെ ഇന്ത്യയിലെ സാമ്പത്തിക നയങ്ങളുടെ അനന്തരഫലങ്ങൾ താഴെ കൊടുക്കുന്നു. ഒന്നാമത്തെ ആഫ്റ്റർ ഇഫക്റ്റ്, ലോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, കുറഞ്ഞ സാമ്പത്തിക വികസനം. ത്രൂ ഔട്ട് ദി ബ്രിട്ടീഷ് റൂൾ ഇന്ത്യൻ ഇക്കണോമി എക്സ്പീരിയൻസ്ഡ് വെരി ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ബ്രിട്ടീഷ് ഭരണത്തിലുടനീളം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുറഞ്ഞ സാമ്പത്തിക വികസനവും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും നേരിട്ടു. ആസ് പെർ സം റിസർച്ചേഴ്സ്, Indian economy grew at even less than 2% during 1900 to 1950. അന്നത്തെ ചില ഗവേഷണങ്ങൾ കാണിക്കുന്നത് 1900 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 2% താഴെയായിരുന്നു. The reasons for the such a low level of development was that the British government was more concerned with the promotion of economic interest of their home country. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ മാതൃരാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. Consequently, the colonial rule transformed India's agriculture sector to a mere supplier of raw materials for the British industries. കോളനി ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ കാർഷിക മേഖലയെ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള വിതരണക്കാരായി രൂപാന്തരപ്പെടുത്തി. This is not only affected the production of the agriculture sector but also ruined the small manufacturing units like handicraft and cotton industries. ഇത് കാർഷിക മേഖലയെ മാത്രമല്ല ബാധിച്ചത്, കൂടാതെ ചെറുകിട വ്യവസായങ്ങളെയും അതുപോലെ കരകൗശല വ്യവസായങ്ങളെയും പരുത്തി വ്യവസായങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിച്ചു. These manufacturing units faced a stiff competition from the British machine-made textiles and handloom. ബ്രിട്ടനിൽ നിന്നുള്ള വൻകിട യന്ത്രനിർമ്മിത ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാനുള്ള ശേഷി ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ഇല്ലായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ്, അനന്തരഫലം നോക്കിക്കോളൂ. ബാക്ക്വേർഡ്നെസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇന്ത്യൻ കാർഷിക മേഖലയുടെ പിന്നോക്കാവസ്ഥ. Under the colonial rule, India was basically an agrarian economy, employing nearly 85% of its population. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഏകദേശം മൊത്തം ജനസംഖ്യയുടെ 85% പേരും കാർഷിക മേഖലയിലായിരുന്നു തൊഴിൽ ചെയ്തിരുന്നത്. Nevertheless, the growth of the agriculture sector was meager. എങ്കിൽ പോലും ഈ കാലത്ത് കാർഷിക മേഖലയുടെ വളർച്ച തീർത്തും അപര്യാപ്തമായിരുന്നു. This was due to the prevalence of various system of land settlement, particularly zamindari system. അക്കാലത്ത് നിലനിന്നിരുന്ന പലതരത്തിലുള്ള ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ഭൂനികുതി സമ്പ്രദായങ്ങളായിരുന്നു ഇതിന് കാരണമായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂനികുതി സമ്പ്രദായമായിരുന്നു ജമീന്ദാരി സമ്പ്രദായം. അണ്ടർ ദിസ് സിസ്റ്റം, ദി ജമീന്ദാസ്, ദേ ആർ ഓണേഴ്സ് ഓഫ് ലാൻഡ്, were required to pay very high revenue, that is lagan, to the British government, which they used to collect from the peasants. They are landless poors.
who were actually cultivating. ഈ സമ്പ്രദായത്തിൽ ജമീന്ദാർമാർ, അവരാണ് ഭൂമിയുടെ യഥാർത്ഥ ഉടമ, ഒരു വലിയ വരുമാനം, അതിനെ വിളിക്കുന്ന പേര് ലഗാൻ എന്നായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകണമായിരുന്നു. ഇതിനായി ജമീന്ദാർമാർ യഥാർത്ഥത്തിൽ ഭൂമിയിൽ ജോലിയെടുക്കുന്നവരെ, പെസൻസ്, അവരെ ചൂഷണത്തിന് വിധേയരാക്കി. The Zamindars were mainly concerned with extracting high revenues from the peasants but never took any step to improve the productivity of the land. കർഷകരിൽ നിന്നും പിരിച്ചെടുത്ത വലിയ വരുമാനങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന് ജമീന്ദാർമാർ നൽകിയിരുന്നത്. കൃഷിഭൂമിയുടെ ഉൽപാദനക്ഷമത ഉയർത്താനുള്ള കാര്യക്ഷമമായ ഒരു പ്രവർത്തനങ്ങൾ പോലും ഈ സമ്പ്രദായത്തിൽ ഇല്ലായിരുന്നു. Moreover, in order to feed British industries with the cheap raw materials, the Indian peasants were forced to grow cash crops such as indigo, cotton, etc. instead of food crops such as rice and wheat. ബ്രിട്ടനിലെ വ്യവസായ മേഖല സമ്പുഷ്ടമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അക്കാലത്ത് കാർഷിക മേഖലയിൽ ഭക്ഷ്യവിളകളായ അരി, ഗോതമ്പ് തുടങ്ങിയവയ്ക്ക് പകരം നാണ്യവിളകളായ കോട്ടൺ, പരുത്തി, ജൂട്ട്, ചണം, അതുപോലെ ഇൻഡിഗോ, നീലം തുടങ്ങിയവ കൃഷി ചെയ്യാൻ വേണ്ടി കർഷകരെ നിർബന്ധിതരാക്കി. ദിസ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ നോട്ട് ഓൺലി increased the burden of high revenues on the poor peasants but also led India to face shortage of food grains. കാർഷിക മേഖലയെ ഈ വാണിജ്യവൽക്കരണം കർഷകരിൽ നിർബന്ധിത വരുമാനം ജമീന്ദാർമാർക്ക് നൽകുക എന്നതിലുപരി അക്കാലത്തെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ദൗർലഭ്യത്തിനും കാരണമായി. Therefore, Indian agriculture remained backward and primitive. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് കാർഷിക മേഖല വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു നിന്നിരുന്നത്. ഓക്കെ, മൂന്നാമത്തെ അനന്തരഫലം നോക്കിക്കോളൂ. ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വ്യവസായരഹിത വൽക്കരണം. ഇന്ത്യ failed to develop a sound and strong industrial base during the colonial rule. കൊളോണിയൽ ഭരണകാലത്ത് വ്യക്തമായൊരു വ്യവസായ വളർച്ച ഉണ്ടാക്കുന്നതിൽ ഇന്ത്യ പരാജയമായിരുന്നു. The status of industrial sector during the British rule can be well defined by the term systematic de-industrialization. അന്ന് നിലനിന്നിരുന്ന വ്യവസായ മേഖലയുടെ അവസ്ഥയെ ശാസ്ത്രീയമായ വ്യവസായരഹിതവൽക്കരണം എന്നായിരുന്നു നിർവചിച്ചിരുന്നത്. The cause of deindustrialization can be attributed to the downfall of India's handicraft industry and the cause of bleak growth of modern industries was the lack of investment. ഇത്തരത്തിലുള്ള വ്യവസായ രഹിതവൽക്കരണങ്ങൾ അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കരകൗശല വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. On one hand, the British government imposed heavy tariff on the export of Indian handicraft products and on the other hand allowed free export of Indian raw materials to Britain and free imports of British products to India. അപര്യാപ്തമായ നിക്ഷേപങ്ങൾ മൂലം ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച പിന്നോട്ടായിരുന്നു. കരകൗശല ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ മുകളിൽ വലിയ താരിഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാനും അത്തരത്തിൽ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനും താരിഫ് നിയന്ത്രണങ്ങളൊന്നും ഇല്ലായിരുന്നു. As a result of heavy tariff, the Indian exports become costlier and its demand in the international market fell drastically. That led to the collapse of the Indian handicraft industries. ഇത്തരത്തിലുള്ള താരിഫ് നിയന്ത്രണങ്ങൾ ഇന്ത്യയുടെ കയറ്റുമതി ചെലവ് കൂടാൻ കാരണങ്ങളിൽ ഒന്നായി.
ഇവയെല്ലാം ആഗോള വിപണിയിൽ കരകൗശല ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയാനും അതുവഴി ഇന്ത്യൻ കരകൗശല വ്യവസായ മേഖലയുടെ തകർച്ചയ്ക്കും കാരണമായി. സൈമൾട്ടേനിയസ്ലി ദ ഡിമാൻഡ് ഫോർ ദി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഓൾസോ ഫെൽ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഡ്യൂ ടു സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ദി മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടീഷ് നിർമ്മിതമായ ഉൽപ്പന്നങ്ങളുമായുള്ള കിടമത്സരം ഇന്ത്യൻ കരകൗശല മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി. അതായത് ബ്രിട്ടനിൽ ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ നിർമ്മിതമായ ഉയർന്ന ഗുണമേന്മയുള്ള ഹൈലി ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ വിറ്റതോടെ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ ഉൽപ്പന്നങ്ങളെ, അതായത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി. ഇത് ആഭ്യന്തര കരകൗശല വ്യവസായത്തെ നിരുത്സാഹപ്പെടുത്തി അല്ലെങ്കിൽ പിന്നോട്ടേക്ക് നയിച്ചു. നാലാമത്തെ ഇമ്പാക്റ്റ്, നാലാമത്തെ അനന്തരഫലം നോക്കിക്കോളൂ. റിഗ്രഷൻ ഇൻ ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരത്തിൻ്റെ പിൻവാങ്ങൽ. ഡ്യൂറിംഗ് ദി കൊളോണിയൽ റൂൾ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൺഡ് ദി മൊണോപ്പൊളി പവർ ഓവർ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ മേൽ ബ്രിട്ടന് ഒരു കുത്തക അധികാരം ഉണ്ടായിരുന്നു. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് യൂസ്ഡ് ദ ട്രേഡ് പോളിസി അക്കോർഡിംഗ് ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഹോം കൺട്രി. മാതൃരാജ്യത്തിൻ്റെ മാത്രം താൽപ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വ്യാപാര നയമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത്. ദ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ട്രാൻസാക്ഷൻ വെർ റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ. കയറ്റുമതി ഇറക്കുമതി വിക്രയങ്ങൾ ഇന്ത്യയിലേക്കും ബ്രിട്ടനിലേക്കും മാത്രം പരിമിതപ്പെടുത്തുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഓൺ വൺ ഹാൻഡ് ദി എക്സ്പോർട്സ് ഫ്രം ഇന്ത്യ പ്രൊവൈഡ് ദി ചീപ്പ് റോ മെറ്റീരിയൽസ് ടു ദി ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഇന്ത്യാസ് ഇമ്പോർട്ട്സ് ഫ്രം ബ്രിട്ടൻ പ്രൊവൈഡഡ് എ വെർജിൻ മാർക്കറ്റ് ഫോർ ബ്രിട്ടൻസ് പ്രൊഡക്റ്റ്. ഒരു വശത്ത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് നൽകി, മറുവശത്ത് ബ്രിട്ടനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു വ്യക്തമായ വിപണി ഇന്ത്യയിൽ ഉണ്ടാകാനും കാരണമായി. ഇൻ ഐദർ വേസ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് വേർ ബെനിഫിറ്റഡ്. രണ്ട് രീതിയിലും ഇത് ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കി. മോറോവർ ദി സർപ്ലസ് ജനറേറ്റഡ് ഫ്രം ഫോറിൻ ട്രേഡ് വാസ് നോട്ട് ഇൻവെസ്റ്റഡ് ഇൻ ദി ഇന്ത്യൻ ഇക്കണോമി. മാത്രമല്ല വിദേശ വ്യാപാരത്തിൽ നിന്നും ലഭിക്കുന്ന മിച്ചം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ നിക്ഷേപിച്ചിരുന്നില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് വാർ പർപ്പസസ് ബൈ ബ്രിട്ടൻ ടു സ്പ്രെഡ് ദെയർ കൊളോണിയൽ പവർ. പകരം ഭരണപരമായും യുദ്ധപരമായും ബ്രിട്ടൻ തങ്ങളുടെ കൊളോണിയൽ ശക്തി വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി ഈ മിച്ചം ഉപയോഗിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിലെ ഇക്കണോമിക് പോളിസി, സാമ്പത്തിക നയങ്ങളുടെ ഇമ്പാക്റ്റുകൾ, അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. 4 പോയിന്റുകൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.